ഹലോ. ഹലോ ആരാ? എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. പറഞ്ഞു പ്രശാന്തേ. ഞാൻ ഇപ്പൊ ഒരു ഇത് കേട്ടത് കൊണ്ട് ഞാൻ ഈ നമ്പർ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വിളിച്ചതാണ്. ഏത്? നമ്മുടെ ശരത്ത് വിളിച്ചിട്ട് ഉള്ള ഒരു സംഭാഷണം ഞാൻ ഇപ്പോഴാണ് അത് എന്റെ ശ്രദ്ധയിൽ. തിരക്കാണോ സാർ? ഇല്ല, പറഞ്ഞു. എന്റെ ഒരു സംശയം, ഇപ്പൊ ഈ ലാസ്റ്റ് പ്രവാചകനാണ് നബി തിരുമേനി എന്നല്ലേ പറയുന്നത്? അതെ, അവസാന പ്രവാചകൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഓരോ, ഇപ്പം ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഉള്ള ഓരോ ദൈവങ്ങളുണ്ടല്ലോ, ഓരോരുത്തരും ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ദൈവങ്ങൾ, അവരും പ്രവാചകരായിരിക്കില്ലേ? ഇസ്ലാമിന്റെ ഇത്തരം കാഴ്ചപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല എങ്കിൽ പ്രഭാഷണം കേട്ടിട്ടില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഒരു മുൻഗാമികളായിട്ടുള്ള അവര് ബഹുമാനിക്കുന്ന ദേവീ ദേവന്മാരെയും അതുപോലെ തന്നെ അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെയും നിരാകരിച്ച് സംസാരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാരണം 1,24,000 വരുന്ന അമ്പിയാക്കന്മാര്, ഈ അഥവാ പ്രവാചകന്മാര്, തിരുദൂതന്മാര്, ദൈവത്തിന്റെ സന്ദേശവാഹകരായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏതാനും ചില പ്രവാചകന്മാരുടെ പേര് മാത്രമേ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളൂ. ഇന്നും പേര് പോലും അറിയാത്ത എത്രയോ പ്രവാചകന്മാർ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. ഇവരെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തെ പരിചയപ്പെടുത്താനും നൈതികമായ ജീവിതം ലോകത്ത് വിഭാവന ചെയ്യാൻ വേണ്ടിയും അച്ചടക്കവും ധർമ്മനിഷ്ഠയുമുള്ള മനുഷ്യന്റെ ജീവിത വ്യവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പല ആളുകളും അവരുടെയൊക്കെ നിയമങ്ങൾ നമ്മുടെ നിയമങ്ങളൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ശ്രീകൃഷ്ണനെ കുറിച്ച് അനേകം വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ഉസ്താമാരോട് ഇത് പറയുമ്പം ഉസ്താമാർ പറഞ്ഞ എന്താ, ഒരിക്കലും അത് ആക്ഷേപിച്ച് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആക്ഷേപിച്ചു എന്നതുകൊണ്ടല്ല, ഇങ്ങനെ പറയും. നമ്മളിങ്ങനെ ചില ചർച്ചകൾക്ക് പറയുമ്പോൾ പറയും, അത് അവരുടെ അഥവാ എത്രയോ വർഷങ്ങൾക്ക് വളരെയധികം തല്ലിപ്പിടിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇപ്പം ത്രേതായുഗമോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു യുഗത്തിൽ ജീവിച്ച മനുഷ്യർക്ക് അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കൽ അവർക്കൊരു പ്രശ്നമല്ലാത്ത ഒരു നിയമം ഉണ്ടായിരിക്കാം എന്നൊക്കെ നമ്മൾ കരുതുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻഗാമികളായിട്ടുള്ള മറ്റുള്ളവർ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അവർ ഏറ്റവും പുണ്യപുരുഷന്മാരായിട്ട് കാണുന്ന ഒരാളെയും ആക്ഷേപിക്കാനോ അങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ നിരാകരിക്കാനോ പാടില്ല. കാരണം ഒരു പക്ഷേ അങ്ങനെ പറയുക ഉറപ്പിച്ച് നമുക്ക് പറയാൻ നമുക്ക് തെളിവില്ല. ഒരു പക്ഷേ അവരൊക്കെ നമ്മുടെ പ്രവാചകന്മാരായിരിക്കാം. അതുകൊണ്ട് അവരെ ആരെയും എന്ത് ചെയ്യാറില്ല, നമ്മൾ ഒരിക്കലും നിരസിച്ചോ കളിയാക്കിയോ പരിഹസിച്ചോ പറയാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് നമ്മുടെ ഖുറാനിൽ തന്നെ പറയുന്നത് അങ്ങനെ. ഖുർആന്റെ ഏറ്റവും വലിയ നൈതികമായ സന്തോഷം, വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവർ അവരാരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ആക്ഷേപിച്ച് പറയാൻ പാടില്ല എന്നതിനേക്കാൾ വലിയ മാനവികമായ സന്ദേശം വേറെ ഏതാണ്? ഉദാഹരണം പറഞ്ഞാൽ ആ ഒരു വേർഡ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്. വിശുദ്ധമായ ഖുർആൻ ഒരു ഭാഗത്ത് ഈ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ചേ എന്ന് പറയാൻ പാടില്ല. ചേ എന്ന് പറയാൻ പാടില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പാടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? പ്രശാന്ത്, ചേ എന്ന വാക്ക് പറയാൻ പാടില്ല, മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പറയാൻ പാടില്ല എങ്കിൽ പിന്നെ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അവരെന്ത് ഈ സബാബത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ഈ ആ ഖുർആന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഈ നമ്മുടെ മലയാളത്തിലൊക്കെ അങ്ങനെ പറയുന്നത് ചീത്ത പറയരുത് എന്നാ എന്നെ പറയുക. അങ്ങനത്തെ വാക്കുകൾ പറയാൻ പാടില്ല. വാക്ക് കൊണ്ട് തന്നെ പറയാൻ പാടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ ഇപ്പം വർത്തമാന കാലത്ത് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയിലൂടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ മതസംഘടനയിലൂടെയാണ് ഇസ്ലാമിനെ നമ്മൾ കാണുന്നത്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ കൃത്യമായി നിങ്ങൾ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനിയുടെ ചര്യയിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ നൈതികമായ ഒരു സന്ദേശവും അതിന്റെ പദ്ധതിയൊക്കെ നമുക്ക് അത്രമേൽ നായകമായിട്ട് തോന്നും. നമ്മൾ വ്യക്തികളിൽ നിന്ന് ഇസ്ലാമിനെ ഇതിപ്പോ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും, ഇപ്പൊ എന്നെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്നിൽ ഒരുപാട് ഇസ്ലാമികമല്ലാത്ത പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ അതിലൂടെ വിലയിരുത്തുക. എന്റെ ഭാഷയിലോ എന്റെ ആറ്റിറ്റ്യൂഡിലോ അംബീഷ്യൻസിലോ നിങ്ങൾ ഇസ്ലാമിനെ കാണാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അതെ, ഞാൻ ചോദിക്കണ ഇത് പകർന്നു കൊടുക്കുന്നത് അങ്ങേ പോലെ പഠിച്ച ഓരോരുത്തരും ആയിരിക്കുമല്ലോ. ഇപ്പൊ മദ്രസ അതുപോലുള്ള ഇതിൽ അല്ലെങ്കിൽ ഇത് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വിഷയം പറയാണ്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾ സ്നേഹത്തെയും ബഹുമാനത്തെയും പറഞ്ഞാണ്. നമ്മൾ പറയത്തില്ല ഈ വിളമ്പുന്ന ഭക്ഷണം. ഓക്കെ, നമ്മൾ വിളമ്പുന്ന ഭക്ഷണം എന്നുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ വിളമ്പപ്പെടുന്ന പാത്രം മോശമാണെങ്കിൽ അത് ആ രൂപത്തിലായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു അധ്യാപകൻ, അദ്ദേഹം ചിലപ്പം അദ്ദേഹം ആരിൽ നിന്നാണോ വിജ്ഞാനം സ്വാംശീകരിച്ചത് അതിന്റെ എല്ലാ വൈകല്യങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടാകും. കൂടുതലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്നിൽ ഒരു മതേതരത്വ മനോഭാവം
അത്തരത്തിലുള്ള ചിന്തകത, മതേതരത്വ മനോഭാവം, സെക്കുലറിസം ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ, എല്ലാവരെയും സമഭാവനയോട് കാണാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടെങ്കിൽ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും അത്രയും വിശാലമായി ചിന്തിക്കും. അതേസമയത്ത് എല്ലാ വിഭാഗങ്ങളിലും അതിതീവ്രമായിട്ട് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വശം, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഉസാമ ബിൻ ലാദൻ നമ്മുടെ ട്രേഡ് സെന്റർ ആക്രമിക്കുന്ന സമയത്ത് ഉസാമ ബിൻ ലാദന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും, അഥവാ പറയപ്പെട്ട എല്ലാ സംഘടനകളും എന്ത് കത്തയച്ചു, നിങ്ങൾ ഈ ചെയ്യുന്നത് ഇസ്ലാമിനെ കളങ്കപ്പെടുത്തും, ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ചെയ്യരുത്. അതെ, ഉസാമ ബിൻ ലാദൻ മറുപടി പറഞ്ഞെന്താ? ഇസ്ലാമിന്റെ നിയമമൊന്നും കല്ലിൽ കുത്തിയതല്ല, അല്ല. ഞങ്ങളോട് ചെയ്തതിന് ഞങ്ങൾ തിരിച്ച് പ്രതികാരം നിങ്ങൾ ചെയ്തിരിക്കും, ഇവിടെ ആരുടെ ഉപദേശം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ഏറ്റവും കുപ്രസിദ്ധമായ കൈവെട്ട് കേസിൽ ഞാനൊരു വിഷയം പറയാം. കൈവെട്ട് കേസ് കഴിഞ്ഞതിന് ശേഷം എന്താണ് കേരളത്തിൽ ഉണ്ടായത്? കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും പ്രത്യക്ഷമായി വന്ന് എന്ത് ചെയ്തു? ഈ പ്രസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ ഇവരുടെ എടുത്ത തീരുമാനങ്ങളെയോ അത് ശരിയല്ല എന്ന് പറയാൻ, വൈകാരികമായി തന്നെ പറയാൻ അവർ തയ്യാറായെന്നുള്ളതാണ്. എന്നാൽ ഞാൻ തിരിച്ചു ചിന്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കി, ഒരു പൈസ കുടിഞ്ഞാണെങ്കിലും ഒരു പള്ളിയിൽ കിടന്നുറങ്ങി മുസ്ലിയാർ വധിച്ചിട്ട് പോലും ഇത് ചെയ്യാൻ പാടില്ലെന്ന് ഈ അതേ പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ട ആചാര്യന്മാർ ആരെങ്കിലും ഒരാൾ തയ്യാറായോ? ഒരു പ്രസ്താവന. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഈ നാർക്കോട്ടിക് ജിഹാദ്, ഇപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 3 രാജ്യങ്ങളാണ്. ഒന്ന് മെക്സിക്കോ, മറ്റൊന്ന് മ്യാൻമാർ, മറ്റൊന്ന് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ. ഇവിടെ അഫ്ഗാനിസ്ഥാന്റെ മതമുണ്ട്, എന്തുകൊണ്ട് മെക്സിക്കോയ്ക്കും എന്തുകൊണ്ട് മ്യാൻമാറിന് മതമില്ല? മനസ്സിലായി. ഉദാഹരണം പറഞ്ഞ അമേരിക്ക ബോംബിടുമ്പോൾ അമേരിക്ക ബോംബിട്ടത്, പക്ഷെ അഫ്ഗാൻ ഇടുമ്പോൾ അത് ഇസ്ലാം വഴി ബോംബിട്ടത്. അതാണ് കോമഡി. അല്ല ഉസ്താദ്, അത് കറക്റ്റ് ആണ് ഉസ്താദ് പറയുന്നത്. ഇപ്പോ ഒരു അങ്ങോ അല്ലെങ്കിൽ ഞാനോ വിചാരിച്ചത് കൊണ്ട് ഈ ലോകം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ഇൻഫ്ലുവൻസ് വരാൻ പറ്റിയാൽ അത് തന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ. ഒന്നും വേണ്ട, നിങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ അവിടെ തന്നെ വെക്കാം. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാക്കുക. എന്റെ ഭാര്യയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയും, എന്റെ മക്കളെ, എന്റെ വളർന്നു വരുന്ന മക്കളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയും. എല്ലാവരും അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഉസ്താദുമായിട്ട് വിളിച്ച് സംസാരിക്കാൻ തന്നെ കാരണം. ഒരു നല്ലൊരു ഇത് ഞാൻ കേട്ടത് കൊണ്ട് മാത്രമാണ് വിളിച്ചത്. അല്ല, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുക. ഇതിപ്പോ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട്, പ്രശാന്ത് ചേട്ടൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കില്ല. എന്റെ റിയാലിറ്റി ഇതാണ്. എന്റെ റിയാലിറ്റിയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ റിയാലിറ്റിയാണ് നിങ്ങൾ എന്നോട് പങ്കുവെക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്നേഹത്തിലൊക്കെ പോകണം എന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വായിക്കുക, എല്ലാം പഠിക്കുക, നമുക്ക് ശരികൾ കണ്ടെത്താൻ കഴിയും. നമ്മൾ ഒന്നിൽ മാത്രം തളം കെട്ടി കിടക്കുന്നുണ്ടെന്ന്. ഇപ്പം വിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പൊ നോക്ക്, കേരളത്തില് എന്താ ഇന്ന് നിലവില് നമ്മുടെ സംസ്കൃതം ഒരു ഇസ്ലാമിക ദഅവ കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന ഉസ്താദിന്റെ കീഴിൽ 100ഓളം വരുന്ന വിദ്യാർത്ഥികളെ സംസ്കൃത അധ്യാപനം വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴും മദ്രസ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പല ആളുകളും സംസാരിക്കുന്നത്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രം മതവിദ്യാഭ്യാസമാണ്? നിങ്ങൾ തുടങ്ങണം. നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നു? തടഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നു? നിങ്ങൾ ഇതൊന്നും പഠിപ്പിക്കേണ്ട എന്ന് ആരും പറഞ്ഞു? എന്താണ് നിങ്ങൾ ഈ സമൂഹത്തെ, ഈ ഹൈന്ദവ അല്ലെങ്കിൽ സനാതന മൂല്യം എന്തിനാ ഒരാളോട് ചെന്നിട്ട് ഈ സമീപകാലത്ത് എന്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ച ഒരാൾ, അയാൾ പല ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൈന്ദവ ദർശനം എന്നുള്ള എല്ലാത്തിനെയും വിശാലമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ദർശനമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റ വാക്ക് ചോദിച്ചുള്ളൂ, എന്താണ് സനാതന ധർമ്മം? നിങ്ങൾ നാഴികക്ക് 40 വട്ടം സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണ് സനാതന ധർമ്മം? ഒറ്റ വാക്കിൽ എന്റെ ഉത്തരം പറഞ്ഞു തന്നാൽ എന്ന് പറഞ്ഞു. അത് അങ്ങനെ, അത് നമ്മള് വിഗ്രഹാരാധന, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയും വിഗ്രഹാരാധന അല്ല, സനാതനധർമ്മവും വിഗ്രഹാരാധനയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞുതരാം ചേട്ടനെ, അതിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഹൈന്ദവ ദർശനത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന ആശയം നിലനിൽക്കുന്ന എവിടെയാ? ആര്യ സമാജക്കാർ ഇതിന് ശക്തമായ വിരുദ്ധനാവര്. എന്തിനേറെ ഗോൾഡ് വാർക്കർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ തന്നെ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് എഴുതിയത് എന്റെ കയ്യിൽ എന്റെ കോപ്പിയുണ്ട്. ഈ രണ്ടാമത്തെ സനാതന ധർമ്മം എങ്ങനെയാണ് നിർവചിക്കേണ്ടത്? സത്യം ബ്രൂയത്, പ്രിയം ബ്രിയത്, ന ബ്രൂയത് സത്യമ പ്രിയ, പ്രിയം ചാനാനൃതം ഏക യക്ഷ സനാതന എന്ന് പറഞ്ഞ് കളവ് പറയാതിരിക്കുക. സനാതനധർമ്മത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ആശയങ്ങൾ. നിങ്ങൾ നുണ പറയാതിരിക്കുക, നിങ്ങൾ പ്രിയപ്പെട്ട നിങ്ങളുടെ നുണയും നിങ്ങൾ പറയാതിരിക്കുക. മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന നുണകൾ പ്രചരിപ്പിക്കുക പറയാം. നമ്മൾ മറ്റുള്ളവന്റെ സ്നേഹവും അനുകമ്പയൊക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ നുണ പറയുക. അതുവഴി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യലാഭത്തിനുണ്ട്. അങ്ങനെ അത് വളരെ കൃത്യമായിട്ട് അഥർവവേദം അത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇത് കൃത്യമായി ഒരു സമൂഹത്തെ പഠിപ്പിക്കാതെ അവരെ വെറും, ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ദർശനം ഉൾക്കൊള്ളുന്ന പല ആളുകളും അവർ വിശ്വാസികളാണെന്ന് പറയുന്നവർ തന്നെ എന്തെല്ലാം ഭാഷകളാണ് അവർ പ്രയോഗിക്കാൻ അറിയാവും?
എന്തെല്ലാം തരത്തിലുള്ള എഴുത്ത് ഞാനിപ്പോൾ ആലോചിക്കുന്ന ഞാൻ ഇപ്പം പ്രശാന്തിനോട് സംസാരിക്കുന്ന നമ്മൾ തമ്മിലൊരു ഡിബേറ്റ് നടക്കുകയാണ്. നമ്മൾ നാട്ടുകാർ മുഴുവൻ കേട്ടോണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളെ പിന്തുണക്കുന്ന ആളുണ്ടാവും. എന്റെ വായിൽ നിന്ന് ഒരൊറ്റ വാക്ക് വന്നാൽ മതി. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് എന്റെ വായിൽ നിന്ന് ഒരു അനാവശ്യ വാക്ക് വന്നാൽ അപ്പം ദൈവത്തിനാണ് സത്യം. ഞാനിപ്പോ നിസ്കരിച്ചിട്ട് ഞാൻ അംഗസ്നാനം നടത്തി അത് നഷ്ടപ്പെടാതെ ഇവിടെ നിൽക്കുകയാണ്. ഞാൻ പ്രശാന്തത്തിനോട് സത്യം ചെയ്ത് പറയാണ്, എന്നെ എന്റെ സമൂഹം പൂർണ്ണമായി തള്ളു എന്നുള്ളതാണ്. നിങ്ങൾ അത് പറഞ്ഞ് ശരിയായില്ല എന്ന് പറയും. നിങ്ങൾ ആ വർത്താനം പറഞ്ഞ് ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ ദർശനമല്ലാന്ന് എന്നെ തിരുത്തും. ഇതാണ് റിയാലിറ്റി. ഇങ്ങനെ ഒരു തിരുത്തപ്പെടലുകളില്ല. അവർക്ക് എന്തും പറയാം. പ്രശാന്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മുഹമ്മദ് നബി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര ലൈക്കും കമന്റും ഒക്കെയാ. എന്നാൽ ഞാൻ തിരിച്ച് ശ്രീകൃഷ്ണനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാല, അയ്യാ അത് നമ്മുടെ ഭാഷയില്ല എന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? ഉസ്താദെ, ഞാൻ ഒരു അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു ആളാണ്. പക്ഷെ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് മുഹമ്മദ് നബി ആയാലും ഇപ്പോ അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് ഞാൻ പറയുന്നത് അത് പ്രവാചകനായതുകൊണ്ട്, അള്ളാഹു ആണെങ്കിലും ശരി, അതല്ല ഇപ്പോ യേശു ആണെങ്കിലും ശരി, ഞാൻ അദ്ദേഹത്തെയൊക്കെ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഇപ്പൊ പിന്നെ ദേവനുണ്ട്, ദേവിയുണ്ട്, കൃഷ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു അള്ളാഹുവോടെ വന്നെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും വരാനില്ല. മനസ്സിലായി? അദ്ദേഹത്തിന്റെ പിൻബലവും അത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഞാൻ ചേട്ടന്റെ എന്താണ് വിശ്വാസത്തെ ഒരിക്കലും ഹനിക്കാനോ അല്ലെങ്കിൽ വ്രണപ്പെടുത്താനോ ഒന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴും സത്യം എന്നുള്ളത് രണ്ടാവൂല. ഒരിക്കലും സത്യം എന്നുള്ളത് ലോകത്ത് രണ്ടായിട്ടില്ല. സത്യം ഒന്നേ ഉണ്ടാവുള്ളൂ. ആ സത്യത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. എവിടെയും ഈ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മുടെ എന്താണ് ഭാരതത്തിന്റെ പൈതൃകം എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്. അത് വിഗ്രഹാരാധനയിൽ അധിഷ്ഠമാണെന്ന്. 11-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ വന്ന ഒരു യാത്രികനാണ് അൽബിറൂനി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ താരിഖ് ഹിന്ദ് എന്ന് പറയുന്ന റെഫറൻസ് ഉണ്ട്. അഥവാ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം, പൂർവ്വചരിത്രം കിട്ടണമെങ്കിൽ താരിഖ് ഹിന്ദിനെ ആശ്രയിക്കാൻ നമുക്ക് യാതൊരു തരവില്ല. അന്ന് 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വരുമ്പം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ മുഖ്യധാര മനുഷ്യരും വിശ്വസിക്കുന്ന ആശയം എന്നുള്ളത് ഏകദൈവ വിശ്വാസമാണെന്ന് താരിഖ് ഹിന്ദിൽ കാണാൻ കഴിയും, വായിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായി പ്രാണ എന്ന ഗുജറാത്തിൽ ആവിർഭവിച്ച ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. പ്രാണ മതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു, അവർ ഏകദൈവ വിശ്വാസികളാണ്, വിഗ്രഹത്തെ ആരാധിക്കാറില്ല. എന്തിനേറെ ഏറ്റവും പഴക്കം ചെന്ന ആര്യ സമാജക്കാർ തന്നെ അങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ അവർ സർവ്വമത സത്യവാദികളല്ല എന്നാണ് പറയുക. ലോകത്തിലെ ഏറ്റവും കുഴപ്പം ചെന്നിട്ടുള്ള സംഗതി എന്താണ്? എല്ലാം ശരിയാണെന്ന് പറയില്ല. അങ്ങനല്ല, സത്യം ഒന്നേ ഉള്ളത്. നമ്മൾ സത്യത്തെക്കുറിച്ച് നിതാന്തമായ അന്വേഷണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്താണ് സത്യം എന്നുള്ളത്. മനസ്സിലായോ? കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം, ഈ ഭൂമിയിൽ ജീവിതം ഒന്നേ ഉള്ളൂ. അവിടെ ഒരു ശരിയും തെറ്റും നമുക്ക് കൃത്യമായി ബോധിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ബോധിപ്പിച്ചു തന്ന ശരിയെ തേടലാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. അത് നമ്മൾ തേടാതെ നമ്മൾ എങ്ങനെയോ ജീവിച്ച് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് കാര്യമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യും, നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ഇവിടെ ജീവിച്ചു പോയ മറ്റ് എന്താണ് നമ്മുടെ സഹജീവികളായ മനുഷ്യരല്ല, മറ്റ് എന്താ പറയുക, നമ്മുടെ കന്നുകാലി മൃഗങ്ങളെ സമാനമായി നമ്മളിവിടെ ജീവിച്ച് മരിച്ചു പോയവരായി പോകും. അങ്ങനല്ല, മനുഷ്യനിക്ക് മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി തന്ന വിവേക ബുദ്ധി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ തന്നതാ. ചില ആളുകൾ പറയും, നിങ്ങൾ മൃഗത്തിനെ കണ്ടില്ലേ, മൃഗങ്ങൾ ഒരു വലിയ പ്രശ്നമുണ്ടാ? മൃഗമാണ്. ലോകത്തൊരു മനുഷ്യനെയും മൃഗം മറ്റേ വാഹനമായി ഉപയോഗിച്ചിട്ടില്ല. ലോകത്തൊരു മനുഷ്യനെയും മൃഗം, എന്തിനേറെ മൃഗങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് മനുഷ്യർ വരരുത് എന്നൊരു ബോർഡ് പോലും ഇല്ല. കാരണം ഇല്ല, ഇതെല്ലാം ഉള്ള എവിടെയാ? മനുഷ്യരുള്ളടുത്താ. മൃഗങ്ങളുടെ ഏരിയയിലേക്ക് നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ ബോർഡ് ഉണ്ടാകും, ഇവിടെ പുലിയുള്ള സ്ഥലമാണ്, സൂക്ഷിക്കണമെന്ന്. എന്നാൽ മനുഷ്യൻ താമസിക്കുന്ന വയനാടിന്റെ ചില മേഖലകളിൽ എന്തുകൊണ്ട് പുലി വരുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നില്ല?